ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം. ഞാൻ രാജേശ്വരി വിനോദ്. അപ്പോൾ നമ്മളിവിടെ ടാർഗറ്റ് 30യുടെ മറ്റൊരു ക്ലാസ്സാണ്. അപ്പോൾ പുതിയ ക്ലാസ്സുകളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. നോട്ട് ബുക്കുമായി എഴുതി ക്വസ്റ്റ്യൻ എഴുതുക. ഉത്തരം പരമാവധി ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ സ്വയം എഴുതാനും കണ്ടുപിടിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടി, അല്ലെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നതാണ്. ഓരോ ക്വസ്റ്റിനും വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് അവിടെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലേ. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ട് സെൻഡ് ചെയ്യുക കമൻ്റായിട്ട്. അപ്പോൾ എത്ര മാർക്ക് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് ഒരു ഉത്സാഹം തോന്നും. നമ്മുടെ മാർക്ക് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉത്സാഹം തോന്നും. അപ്പം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ച് മുന്നോട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെ? എന്താണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെ? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെ? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരുടേതാണ്? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഹൊവാർഡ് ഗാർഡ്നറുടേതാണ്. അമേരിക്കൻ ജ്ഞാനനിർമ്മിതിവാദിയായ ഹൊവാർഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് എന്ന് പറയാം. അപ്പൊ എന്താണ് ഹൊവാർഡ് ഗാർഡ്നർ? അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക പഠന സിദ്ധാന്തം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സാമൂഹിക വികസന സിദ്ധാന്തം ഉണ്ടായിരുന്നു. ഇവിടെ സാമൂഹിക പഠന സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ, സാമൂഹിക പഠനം എന്ന് കേൾക്കുമ്പോൾ പൊതുവെ കുട്ടികൾ എന്തിലേക്ക് പോകും? വൈഗോട്സ്കിയിലേക്ക് പോകും. വൈഗോട്സ്കി സാമൂഹിക ജ്ഞാനനിർമ്മിതിയാണ്. ഇവിടെ സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് പറയുന്നത് ബന്ദൂരയുടേതാണ്. ബന്ദൂര അനുകരണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയുമുള്ള പഠനം എന്നാണ് പറയുക. ആൽബർട്ട് ബന്ദൂരയുടെ സാമൂഹിക പഠന സിദ്ധാന്തത്തിനെ. പരിപക്വ വ്യക്തിത്വം, മച്ചുവേർഡ് പേഴ്സണാലിറ്റി ആരുടേതാണ്? എന്താണ് പരിപക്വ വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലെ. വ്യക്തിത്വം എന്ന വാക്ക് പെർസോണ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് അല്ലെ. എന്താണ് ഒരു പണ്ട് കാലത്ത് റോമൻ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ നടൻ എന്നുള്ള അർത്ഥത്തിലും അതിനു മുമ്പ് മുഖാവരണം എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചു. അപ്പം അനിർവചനീയമായ ഒന്നിനെ നിർവചിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അല്ലെ. ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം. നമ്മളെന്ന വ്യക്തിയുടെ സവിശേഷത എന്താ? നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തികളുമാണ്. അതിനെ നിർണയിക്കുന്ന വസ്തുതയുടെ ചലനാത്മകമായ വ്യവസ്ഥ. എൻ്റെ ചിന്തയും എൻ്റെ വ്യവഹാരത്തെ എൻ്റെ പെരുമാറ്റത്തെയും നിർണയിക്കുന്നത് എന്താണ്? എൻ്റെ കായികമായ ചലനങ്ങളാണ്. അതിലൂടെയാണ് എൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുക. ശരിയല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ വ്യക്തിത്വം എന്ന് പറയുന്നത് ചലനാത്മകമാണ്. പരിസ്ഥിതിയുമായി സമായോജനം കൈവരിക്കേണ്ട, മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള വ്യക്തിയുടെ വ്യഗ്രതയാണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ആൽപോർട്ട് പറയാണ് പരിപക്വ വ്യക്തിത്വം, പരിപക്വതയുള്ള വ്യക്തിയിൽ അഹം വിപുലീകൃതമായിരിക്കും, ഊഷ്മള ബന്ധങ്ങൾ ഉണ്ടായിരിക്കും, അയാളിൽ ഊഷ്മള ബന്ധങ്ങൾ ഉണ്ടാവും, ആത്മനിയന്ത്രണം ഉണ്ടാവും, അവബോധം ഉണ്ടായിരിക്കും. ഈ ക്വാളിറ്റീസ് എല്ലാം അടങ്ങിയതാണ്. ഇണങ്ങിച്ചേരുന്ന ജീവിത ദർശനമുള്ള വ്യക്തിയായിരിക്കാം ആര്? പരിപക്വതയുള്ള വ്യക്തി എന്ന് പറയുന്നത്. വിപുലീകൃതമായ അഹം, ഊഷ്മള ബന്ധങ്ങൾ, ഇണങ്ങിച്ചേരുന്ന ജീവിത ദർശനം, ആത്മധാരണ, ആത്മനിയന്ത്രണം, ഇതൊക്കെ ആരുടെ ക്വാളിറ്റിയാ? പരിപക്വതയുള്ള വ്യക്തിത്വത്തിൽ ഉള്ള ഗുണമാണ് എന്നാണ് ആര് പറയുന്നത്? GW ആൽപോർട്ട് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം. ആരുടെ വാക്കുകൾ? അതൊരു നിർവചനമാണ്. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്നത് ആരുടെ? ഗേറ്റ്സിൻ്റെയും സഹപ്രവർത്തകരുടെയുമാണ്. ഗേറ്റ്സ് ആൻഡ് അതേഴ്സ്, ഗേറ്റ്സിൻ്റെയും സഹപ്രവർത്തകരുടെയും വാക്കുകളാണ്. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ്. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ്. പഠനമനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ്. പഠനമനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ്. ആരുടെ വാക്കുകളാണ്? സ്കിന്നറുടെ വാക്കുകളാണ്. പഠനമനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണെന്ന് ആര് പറഞ്ഞു? സ്കിന്നർ പറഞ്ഞു. ഇനസമീപനം ടൈപ്പ് അപ്രോച്ചിന്റെ വക്താക്കൾ ആരെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഇനസമീപനം ഹിപ്പോക്രേറ്റ്സ്, ഡോക്ടർ വില്യം ഷെൽഡൻ,
ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ. വ്യക്തിത്വ പഠന സമീപനമാണ് കേട്ടോ ഇനസമീപനം. വ്യക്തിത്വ പഠന സമീപനങ്ങളിൽ ഒന്നാമത്തേതാണ് ഇനസമീപനം. ഇനസമീപനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് ഹിപ്പോക്രേറ്റ്സ്, ഡോക്ടർ വില്യം ഷെൽഡൻ, ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ എന്നിവരാണ്. ആരൊക്കെയാണ്? ഹിപ്പോക്രേറ്റ്സ്, ഡോക്ടർ വില്യം ഷെൽഡൻ, ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ. അപ്പോൾ ഒന്നുകൂടെ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാരുടെ ഹൊവാർഡ് ഗാർഡനറുടെ, സാമൂഹിക പഠനമാരുടെ ബെന്ദൂരയുടെ, പരിപക്വ വ്യക്തിത്വം GW ആൽപോർട്ടിന്റെ, അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം ആരുടെ വാക്കുകൾ? ഗേറ്റ്സിന്റെ വാക്കുകൾ. ഇനസമീപനത്തിന്റെ വക്താക്കൾ ആരെല്ലാം? ഹിപ്പോക്രേറ്റ്സ്, ഡോക്ടർ വില്യം ഷെൽഡൻ, ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ. മാനവികതാവാദത്തിന്റെ വക്താക്കൾ ആരെല്ലാം? മാനവികതാവാദത്തിന്റെ വക്താക്കൾ ആരെല്ലാം? ആരൊക്കെയാണ്? ഒന്ന് കാൾ റോജേഴ്സ്. ആരൊക്കെയാണ്? കാൾ റോജേഴ്സ്. മാനവികതാവാദത്തിന്റെ വക്താക്കളിൽ ഒന്നാമത്തേത് കാൾ റോജേഴ്സും രണ്ടാമത്തേത് എബ്രഹാം മാസ്ലോ. കാൾ റോജേഴ്സ് ആൻഡ് എബ്രഹാം മാസ്ലോ. കാൾ റോജേഴ്സ് ആൻഡ് എബ്രഹാം മാസ്ലോ. ഭാഷാപര ബുദ്ധി ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാപര ബുദ്ധി ഏത് ബുദ്ധി സിദ്ധാന്തവുമായി? ഭാഷാപര ബുദ്ധി ഏതിലാണ് വരുന്നത്? ദൃശ്യ സ്ഥലപര ബുദ്ധി, വാചിക ഭാഷാപര ബുദ്ധി, കായിക ചാലക ബുദ്ധി, സംഗീത താളാത്മക ബുദ്ധി, യുക്തിചിന്താപര ഗണിതപര ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, അസ്തിത്വപര ബുദ്ധി. അതിൽ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞതാണ് വാചിക ഭാഷാപര ബുദ്ധി. അപ്പൊ ഭാഷാപര ബുദ്ധി എന്ന് പറയുന്നത് ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ആശയമാണ്. ഏതാണ്? ബഹുമുഖ ബുദ്ധിയുമായി. ഇനി ബുദ്ധിമാപനത്തിന് ഒരു സമവാക്യം, ഇക്വേഷൻ കണ്ടെത്തിയത് ആരാണ്? ബുദ്ധിമാപനം, ബുദ്ധി അളക്കുന്നതിന് വേണ്ടി ഒരു ഇക്വേഷൻ കണ്ടെത്തിയത് ആരാണ്? ബുദ്ധിമാപനത്തിനു വേണ്ടി ഒരു ഇക്വേഷൻ കണ്ടെത്തിയത്, ഒരു സമവാക്യം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം സ്റ്റേൺ ആണ് എന്ന് പറയാം. വില്യം സ്റ്റേൺ. ബുദ്ധിമാപനത്തിനു വേണ്ടി ഒരു സമവാക്യം കണ്ടെത്തിയത് വില്യം സ്റ്റേൺ ആണ്. ലാഡ് ആരുമായി ബന്ധപ്പെട്ട ആശയം? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ജന്മനാ തന്നെ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആരുമായി ബന്ധപ്പെട്ട ആശയമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാനായിട്ട് സാധിക്കും? ലാഡ് നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട ആശയമാണ്. നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട ആശയമാണ് ലാഡ് എന്ന് പറയുന്നത്. നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട ആശയമാണ്. ക്രിയാഗവേഷണത്തിന്റെ വക്താവ് ആരാണ്? ക്രിയാഗവേഷണം എന്ന പദം കൊണ്ടുവന്നത് കർട്ട് ലെവിനും ക്രിയാഗവേഷണത്തിനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? സ്റ്റീഫൻ എം കോറിയുമാണ്. അല്ലെ, സ്റ്റീഫൻ എം കോറിയുമാണ് ക്രിയാഗവേഷണം എന്ന പദത്തിനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്. എന്താണ്? ക്ലാസ് റൂമിൽ ഒരു പ്രശ്നം നടന്നാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ചിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ അത് ഏകദേശമായി. ഒന്നുകൂടെ, മാനവികതാവാദത്തിന്റെ വക്താക്കൾ കാൾ റോജേഴ്സും അബ്രഹാം മാസ്ലോയും. ഭാഷാപര ബുദ്ധി ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇനി ബുദ്ധിമാപനത്തിന് ഒരു സമവാക്യം കണ്ടെത്തിയത് വില്യം സ്റ്റേൺ ആണ്. ലാഡ് ആരുമായി ബന്ധപ്പെട്ട ആശയമാണ്? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട ആശയമാണ്. ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവാണ് സ്റ്റീഫൻ എം കോറിയാണ്. അടുത്തത്, സമൂഹമിതിയുടെ വക്താവ് ആര്? സോഷ്യോമെട്രി ആരാണ് വക്താവ്? സ്റ്റീഫൻ എം കോറിയാണ്. അല്ലെ, സമൂഹമിതി JL മൊറീനോ. സമൂഹമിതിയുടെ വക്താവ് ആരാണ്? JL മൊറീനോ. സമൂഹമിതിയുടെ വക്താവ് ആരാണ്? അതാ സ്റ്റീഫൻ എം കോറിയുടെ ഹാങ് ഓവറിൽ നിന്ന് മാറിയില്ലായിരുന്നു കേട്ടോ, സോറി. സമൂഹമിതി, സോഷ്യോമെട്രി, JL മൊറീനോ. ഒരു സംഘത്തിലുള്ളവരുടെ സാമൂഹിക ബന്ധങ്ങൾ കണ്ടെത്താൻ വേണ്ടി JL മൊറീനോ ആവിഷ്കരിച്ചതാണ് സമൂഹമിതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, മനോജനിതിക വൈജ്ഞാനീയം എന്നറിയപ്പെടുന്ന സിദ്ധാന്തം ആരുടേതാണ്? മനോജനിതിക വൈജ്ഞാനീയം, ഇവിടെ ഒരു ന്യായമുണ്ട്. വൈജ്ഞാനീയം എന്നറിയപ്പെടുന്ന സിദ്ധാന്തം പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് മനോജനിതിക വൈജ്ഞാനീയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനോജനിതിക വൈജ്ഞാനീയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ സിദ്ധാന്തമാണ്? പിയാഷെയുടെ സിദ്ധാന്തമാണ്. പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് മനോജനിതിക വൈജ്ഞാനിക സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. സാൻമാർഗിക വികസനം ആരുടെ? കോൾബർഗിൻ്റെതാണ്. ആരുടേതാണ്? കോൾബർഗിന്റെ തന്നെ ഹെയ്ൻസ് ദിലായ്മ എന്ന പ്രശസ്തമായ കഥയിലൂടെ വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിത പൂർവ്വതലം, വ്യവസ്ഥാപിത അനന്തരതലം എന്നീ 3 തലങ്ങളിലൂടെ ശിക്ഷയും അനുസരണവും
ഇങ്ങനെ പോയി സാർവജനീന സാൻമാർഗിക ഘട്ടം എന്നിങ്ങനെ 6 ഘട്ടങ്ങൾ, ശിക്ഷയും അനുസരണവും മുതൽ സാർവജനീന സദാചാര ഘട്ടം എന്നീ 6 ഘട്ടങ്ങൾ 3 തലങ്ങളിലായി 6 ഘട്ടങ്ങൾ ആവിഷ്കരിച്ച് സാൻമാർഗിക പഠനം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? ലോറൻസ് കോൾബർഗ്. സമഗ്രതാവാദത്തിലൂന്നിയ പഠനം ഫലപ്രദമാകുന്നത് എപ്പോൾ? സമഗ്രതാവാദം, ജസ്റ്റാൾട്ടിസം, പ്രശ്നപരിഹരണത്തിലൂടെ സമഗ്രതാവാദത്തിലൂന്നിയ പഠനം ഏറ്റവും പ്രശസ്തമാകുന്ന പ്രശ്ന പരിഹരണത്തിലൂടെയാണ്. ഒരു രംഗത്ത് തനിക്കുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രത്തിന് പറയുന്ന പേര്. ഒരു രംഗത്ത് തനിക്കുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് ഡാഷ് എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ ആണ്, അഥവാ അനുപൂരണം എന്ന് പറയുന്നു. ഒരു രംഗത്ത് തനിക്കുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രത്തിനെ അനുപൂരണം എന്നാണ് വിളിക്കുക. ഏറ്റവും ആദ്യത്തെ വ്യക്തിത്വ ഇൻവെന്ററി ഏതാണ്? ഏറ്റവും ആദ്യമായി ഒരു വ്യക്തിത്വ ഇൻവെന്ററി കണ്ടുപിടിച്ചത് R.S. വൂഡ്വർത്ത് ആണ്. ആരാണ്? R.S. വൂഡ്വർത്ത് ആണ്. അദ്ദേഹം അതിന് എന്തെന്ന് പേരിട്ടു? PDS, പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന് പേരിട്ടു. എന്താണ് PDS അഥവാ പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന് പേരിട്ടു. 116 ഇനങ്ങളാണ് ഉള്ളത്. വ്യക്തിത്വ സവിശേഷതാ സമീപനം ആരുടെ? സവിശേഷക മനഃശാസ്ത്രജ്ഞൻ, സവിശേഷക മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആരാണ്? ആൽപോർട്ടാണ്. സവിശേഷക മനഃശാസ്ത്രത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് ആൽപോർട്ടാണ്. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം ഏതാണെന്ന് ചോദിച്ചാൽ അത് അബോധ തലമാണെന്ന് പറയാം. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം ഏതാണ്? അബോധ തലമാണ്. വൈജ്ഞാനിക പ്രക്രിയകളുമായി ബന്ധപ്പെട്ട ശേഷി എന്നറിയപ്പെടുന്നത് എന്താണ്? ബുദ്ധിയാണ്. വൈജ്ഞാനിക പ്രക്രിയകളുമായി ബന്ധപ്പെട്ട ശേഷിയാണ് ബുദ്ധി എന്നറിയപ്പെടുന്നത്. മുതിർന്നവരെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മുതിർന്നവരെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. മുതിർന്നവരെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ സ്കിന്നറാണ് എന്ന് പറയാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ വ്യക്തിത്വ മാപന ഇൻവെന്ററി PDS ആണ്. വ്യക്തിത്വ പേഴ്സണൽ ഡേറ്റ ഷീറ്റ്, വ്യക്തിത്വ സവിശേഷതാ സമീപനം ആൽപോർട്ടിൻ്റെയാണ്. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം അബോധതലം. വൈജ്ഞാനിക പ്രക്രിയയുമായി ബന്ധപ്പെട്ട ശേഷിയാണ് ബുദ്ധി. മുതിർന്നവരെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ അല്ലേ എടുക്കുന്നുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് 20ഓളം ക്വസ്റ്റ്യൻസ്. 10 മിനിറ്റ് ഞാൻ ആ ഉത്തരം കൂടെ പറയാൻ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നോട്ട് ബുക്കിലേക്ക് കുറിച്ച് വയ്ക്കുക, വ്യക്തമായി തന്നെ പഠിച്ചു പോവുക കേട്ടോ. യാതൊരു സംശയങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ ചോദ്യവും ഉത്തരവും പഠിച്ചു പോവുക. ഇത് നിങ്ങളുടെ എക്സാമിന് ഒരുപാട് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യം. അപ്പം നന്നായി പഠിച്ചു പോവുക, നന്നായി പരിശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് തുടർന്ന് പോകുന്നതാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. ഡെയിലി കാണുക, നോട്ടിൽ എഴുതുക, എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.